ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായ തിരിച്ചടികളാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗാസ, ലെബനൻ, സിറിയ എന്നിവിടങ്ങളിൽ ഏകപക്ഷീയമായി ആക്രമണം നടത്തി ലോകത്തിനു മുന്നിൽ വലിയ സൈനിക ശക്തിയാണെന്ന് വീമ്പിളക്കിയ ഇസ്രയേലിന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേലിന് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേൽ ഒരു ബങ്കർ രാജ്യമായിരുന്നെങ്കിൽ എത്ര പേർ മരിക്കുമായിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് പലരും പറയുന്നു. കാരണം ഇസ്രയേലിലെ സ്ഥിതി അത്രയേറെ ഗുരുതരമാണ്. ഇറാൻ ഒരു വലിയ രാജ്യമായതുകൊണ്ട് അവിടുത്തെ നഗരങ്ങളിലെ ജനങ്ങൾക്ക് ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ദൂരേക്ക് മാറാൻ സാധിക്കും. എന്നാൽ ഇസ്രയേൽ ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയില്ല. ഇത് തന്നെയാണ് ആ രാജ്യം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ഇപ്പോൾ ഇസ്രയേലിനെതിരെ ഒന്നിലധികം പോർമുനകളുള്ള മിസൈലുകൾ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രയേൽ സൈന്യം തന്നെ ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇത്തരം മിസൈലുകൾക്ക് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനും വലിയ നാശം വരുത്താനും കഴിഞ്ഞിട്ടുണ്ട്. മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു പോർമുനയെ മാത്രം തകർക്കുന്നതിന് പകരം പല പോർമുനകളെ ഒരേ സമയം തകർക്കേണ്ടി വരുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അയൺ ഡോം എന്ന ഇസ്രയേലിന്റെ പ്രതിരോധ കവചം ഭേദിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിലും നാശം വരുത്തിയ സാഹചര്യത്തിലാണ് ഇസ്രയേൽ സൈന്യം ഇങ്ങനെ ഒരു വിശദീകരണം നൽകാൻ നിർബന്ധിതരായത്. കഴിഞ്ഞ ദിവസം മാത്രം ഇസ്രയേലിൽ ഇത്തരം 10 മിസൈലുകളാണ് പതിച്ചത്. നിരവധി പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ കെട്ടിടങ്ങളും തകർന്നു വീണിട്ടുണ്ട്. ഇപ്പോഴും കനത്ത ആക്രമണം തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനിടെ ഇറാൻ വ്യാപകമായി ഇസ്രയേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകളും പ്രയോഗിച്ചു തുടങ്ങിയതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഘർഷത്തിൽ ഇറാൻ ഇങ്ങനൊരു ബോംബ് ഉപയോഗിക്കുന്നത് ഇത് ആദ്യമായാണെന്ന് ഇസ്രയേൽ സൈന്യത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. മിസൈലുകളിൽ പോർമുനയായി ഘടിപ്പിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ വിക്ഷേപിക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ 50ഓ 100ഓ ബോംബുകളായി ചിന്നിത്തെറിക്കും. മധ്യ ഇസ്രയേലിൽ 8 കിലോമീറ്ററോളം ചുറ്റളവിൽ ഇറാൻ തൊടുത്തുവിട്ട ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ക്ലസ്റ്റർ ബോംബുകൾ വളരെ അപകടകാരികളാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ഉപയോഗം വളരെ വിവാദപരവുമാണ്. മധ്യ ഇസ്രയേലിലെ അസോറിൻ ക്ലസ്റ്റർ ബോംബുകൾ പതിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതായി മറ്റു റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. 2008 അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ഒരു ആയുധമാണ് ഇറാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലസ്റ്റർ ബോംബുകളുടെ നിർമ്മാണം, സംഭരണം, കൈമാറ്റം, ഉപയോഗം എന്നിവയ്ക്കെതിരെ 111 രാജ്യങ്ങൾ ഒപ്പുവെച്ച ഉടമ്പടിയുണ്ട്. എന്നാൽ ഇതിൽ ഇറാനും ഇസ്രയേലും ഒപ്പുവെച്ചിട്ടില്ല. ഇസ്രയേലിലെ സൊറോക്ക ആശുപത്രി കഴിഞ്ഞ ദിവസം ഇറാൻ ബോംബിട്ട് തകർത്തിരുന്നു. ഇറാൻ മിസൈൽ ദക്ഷിണ ഇസ്രയേലിൽ പതിച്ചത് വലിയ ഭീതിക്ക് കാരണമായിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് കേന്ദ്രം ഉൾപ്പെടെയാണ് തകർന്നിരിക്കുന്നത്. ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തും ബാലിസ്റ്റിക് മിസൈൽ പതിച്ചതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ടെൽ അവീവിനടുത്തുള്ള ഹെയ്ർസിലിയിൽ സ്ഥിതി ചെയ്യുന്ന മൊസാദിന്റെ ഓഫീസിന് മുകളിൽ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. 2000 കിലോമീറ്റർ വരെ അകലേക്ക് പോകുന്ന സെജിൽ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈലാണ് മൊസാദ് പരിശീലന ഓഫീസ് തകർക്കാൻ ഉപയോഗിച്ചതെന്നാണ് ഇറാൻ പറയുന്നത്. ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗതയിൽ കുതിക്കുന്ന മിസൈലാണ് സെജിൽ. ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി പലവട്ടം ഫോണിൽ സംസാരിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ ആക്രമണം നിർത്താതെ ചർച്ചയ്ക്കില്ല എന്ന നിലപാടാണ് അരാക്ചി സ്വീകരിച്ചിരിക്കുന്നത്. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിച്ച് മേഴ്സും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഫോണിൽ സംസാരിച്ചിരുന്നു. ജർമ്മനി ഇസ്രയേലിനെയാണ് പിന്തുണയ്ക്കുന്നതെങ്കിലും ആക്രമണത്തിന്റെ ശക്തി കുറയ്ക്കണമെന്നും നയതന്ത്രത്തിന്റെ വഴി തേടണമെന്നും മേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ തുർക്കിയിലെ ഇസ്താംബുളിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ യോഗത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നതിനാൽ അവിടെ എടുക്കുന്ന തീരുമാനവും നിർണായകമായിരിക്കും. അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കാൻ രംഗത്തിറങ്ങിയാൽ ഇറാനെ സഹായിക്കാൻ തങ്ങളും രംഗത്തിറങ്ങുമെന്ന നിലപാട് റഷ്യയും ചൈനയും സ്വീകരിച്ചതിനാൽ അമേരിക്കയിലും കടുത്ത ഭിന്നത പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. 3ാം ലോക മഹായുദ്ധത്തിന് ട്രംപ് വഴിമരുന്നിടരുതെന്ന മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യം ശത്രുരാജ്യത്തിനെതിരെ സ്വീകരിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ പലതാണ്. ഏറ്റവും ഫലപ്രദമായി ശത്രുരാജ്യത്തെ ആക്രമിക്കാനുള്ള വഴിയാണ് സൈനിക തന്ത്രജ്ഞർ തിരഞ്ഞെടുക്കുക. ഈ കാര്യത്തിൽ ഇറാൻ സ്വീകരിക്കുന്ന യുദ്ധതന്ത്രം ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളെ ആശ്രയിക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്.
മഴവിൽ ആകൃതിയിൽ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അതിവേഗ ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കുന്ന ശബ്ദത്തേക്കാൾ 5 മടങ്ങിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ വളരെ വേഗതയിൽ ഇസ്രയേലിലേക്ക് എത്തും. അതുകൊണ്ട് ഇവയെ തടയാൻ വേണ്ടത്ര സമയം ഇസ്രയേലിന് ലഭിക്കില്ല. ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് അയക്കുന്ന ഡ്രോണുകൾ മണിക്കൂറുകൾ എടുക്കും. മിസൈലുകളും ഇസ്രയേലിലെത്താൻ സമയമെടുക്കും. അതുകൊണ്ട് ഇവയ്ക്കെതിരെ മുൻകൂട്ടി ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരുങ്ങാൻ കഴിയും. എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ വേഗത ഇസ്രയേലിന് ഒരു വെല്ലുവിളിയാണ്. അതേസമയം ഇന്ത്യ പാകിസ്ഥാനെതിരെ ആശ്രയിച്ചത് ക്രൂയിസ് മിസൈലുകളെയാണ്. ബ്രഹ്മോസ് പോലുള്ള ക്രൂയിസ് മിസൈൽ ഭൂനിരപ്പിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ ഒഴുകി മുന്നേറുന്ന മിസൈൽ ആയതിനാൽ ഇത് പാകിസ്ഥാന്റെ റഡാറുകൾക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾക്ക് പാകിസ്ഥാനിൽ വലിയ നാശം വരുത്താൻ സാധിച്ചത്. അതേസമയം പാകിസ്ഥാനെതിരെ ഇന്ത്യ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിച്ചത് സുഖോയ് 30 MKI യുദ്ധജെറ്റിൽ നിന്നുമാണ്.